ഹലോ ഗൈസ്. അപ്പോൾ നമ്മളൊന്ന് ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡാണ് സംഭവം. എല്ലാവരും ഫേക്കായിട്ട് എനിക്ക് എഡിറ്റ് ചെയ്യാൻ അറിയില്ല, നിങ്ങളൊന്ന് എഡിറ്റ് ചെയ്യുക. സംഭവം ഒരു ഓസിക്ക് വേണ്ടി വീഡിയോ കിട്ടാൻ വേണ്ടിയാണെങ്കിലും കുറേ എഡിറ്റേഴ്സിന് അത് ഉപകാരപ്പെടുന്നുണ്ട്. കാരണം എഡിറ്റ് ചെയ്ത് പഠിക്കാൻ ക്ലിപ്സൊന്നും ഇല്ലാത്തവരൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഇവർ തന്നെ സമ്മതത്തോടെ എഡിറ്റ് ചെയ്യുമ്പോൾ ഇവർക്ക് പഠിക്കുകയും ചെയ്യാം, പിന്നെ അപ്ലോഡും ചെയ്യാം. ഇവർ ചിലപ്പോൾ കൊളാപ്പ് അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെയുള്ള എങ്ങനെ നമുക്ക് അങ്ങനെ ഒരു വീഡിയോ കിട്ടിയാൽ അടിപൊളിയായിട്ട് ഫസ്റ്റ് മുതൽ ഞാൻ ഇപ്പോൾ എഡിറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യുന്ന ഫസ്റ്റ് മുതലുള്ള സോങ് സെലക്ഷൻ മുതൽ അവസാനത്തെ എക്സ്പോർട്ടിങ് വരെ ഈ വീഡിയോയിൽ കാണിക്കും. അപ്പോൾ ഏതാ വീഡിയോ എന്ന് വെച്ചാൽ നിങ്ങൾ ഈ കാണുന്ന ഒരു ഗേളിൻ്റെ ഒരു വീഡിയോ ആണ്. നിങ്ങളെ കണ്ടിട്ടുണ്ടാവും, ചിലവർ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. കഴിഞ്ഞവരും ഇത് കാണുക. ചിലപ്പോൾ ഇനിയും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ ചാൻസ് കിട്ടും, ഇനിയും ഐഡിയാസ് കിട്ടാൻ ചാൻസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയും കൂടെ ഒന്ന് ഫുൾ ചെയ്ത് കാണുക. ഇത് ഫുൾ ചെയ്ത് കണ്ടാൽ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടം വരില്ല. കാരണം ഇതുപോലത്തെ വീഡിയോസ് ഒരുപാട് വരുന്നുണ്ട്. നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് പഠിക്കണമെങ്കിൽ ഇതുപോലത്തെ എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് തന്നെ നമ്മളിപ്പോൾ സോങ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ ഞാൻ എൻ്റെ ഒരു ഫോൾഡർ തന്നെ സോങ്ങിനായിട്ട് മാറ്റിച്ചാണ്. അതായത് ഇതൊക്കെ ഞാൻ സോങ് സേവ് ചെയ്ത് വെച്ചാണ്. ഇതിൽ ഒരുപാട് ഫേമസ് സംഭവങ്ങളുണ്ട്. നിങ്ങളെ റീലിൽ വന്നതൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതിൽ നിന്നൊരു സോങ് അടിക്കണം, അത് കണ്ടുപിടിച്ചിട്ട് വരാം. അപ്പോൾ ഞാൻ സോങ് അടിച്ചിട്ടുണ്ട്. ഇതായത് ഇവിടുത്തെ ഫസ്റ്റ് തന്നെയുള്ള ആ ഒരു റീലാണ്, ഇതാണ്. ഓക്കെ, ആ റീലാണ്. അധികം സോങ് കേൾപ്പിക്കില്ല, കോപ്പറേറ്റ് കിട്ടും. അപ്പം നമുക്ക് ഈ സോങ് വെച്ചിട്ട് എഡിറ്റ് ചെയ്യാൻ തുടങ്ങാം. ഞാൻ സോങ് സെലക്ട് ചെയ്ത് പിന്നെ നമുക്ക് VPN ഓൺ ആക്കാം. ഓക്കെ, കാനഡ ആണ് വേണ്ടത്. അൺലിമിറ്റഡ് സൂപ്പർ VPN ആണ്. പിന്നെ ക്യാപ്കട്ട് ഓൺ ആക്കുക. ഞാൻ അത് ചെയ്ത് വെച്ചതൊന്ന് മിനിമൈസ് ചെയ്യട്ടെ. ഓക്കെ, ക്യാപ്കട്ട് ഓൺ ആക്കിയിട്ടുണ്ട്. മുകളിൽ പ്രോ വെർഷൻ വന്നിട്ടില്ല, പ്രോ വെർഷൻ ഒന്ന് സെറ്റാക്കട്ടെ. ഓക്കെ, അപ്പോൾ പ്രോ വെർഷൻ വേണ്ട, സ്റ്റാൻഡേർഡ് വെർഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാമെന്നുള്ള വീഡിയോ എൻ്റെ ചാനൽ കിടക്കുന്നുണ്ട്. ആ വീഡിയോ പോയി നോക്കിയാൽ മതി. ഇനി നമുക്ക് ന്യൂ വീഡിയോ നോക്കിയിട്ട് ആ വീഡിയോ ഇമ്പോർട്ട് ചെയ്യാം. ഓക്കെ, വീഡിയോ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് എടുത്തത്. ഇത് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഒരു സംഭവം ഉണ്ട്. ഐഫോണിലാണെങ്കിൽ മാത്രം ബ്ലാക്ക് ഹോൾ എന്നുള്ളൊരു ആപ്പ് ഉണ്ട്. അതിൽ ലിങ്ക് കോപ്പി ചെയ്തിട്ട് ലിങ്ക് പേസ്റ്റ് ചെയ്ത് ഡൗൺലോഡ് ആക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി നമുക്ക് വീഡിയോ സേവ് ആക്കി തരും. ഓക്കെ, അപ്പോൾ ഞാൻ അങ്ങനെ സേവ് ആക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ ഈ ഒരു ഫോർമാറ്റിലാണ്. ഇത് നമുക്ക് ഫോർമാറ്റ് 16:9 ആക്കണം, യൂട്യൂബിൻ്റെത്. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് തിരിക്കാം. ഓക്കെ, തിരിച്ച് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ നോർമലായിട്ട് നമുക്ക് ഇങ്ങനെ എഡിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും റിപ്പീറ്റ് അടിച്ച് തിരിക്കാം. ഇനി ഇതിലോട്ട് സോങ് ആഡ് ചെയ്യണം. അതിനും വേണ്ടി എക്സ്ട്രാക്റ്റാണ് ചെയ്യുന്നത്. ഞാൻ സ്ക്രീൻ റെക്കോർഡ് എടുത്താണ്, സ്പോട്ടിഫൈയിൽ നിന്ന് സ്ക്രീൻ റെക്കോർഡ് എടുത്താണ് സോങ്. ഞാൻ എങ്ങനെയാണ് ചെയ്യൽ, യൂട്യൂബിൽ നിന്നോ അല്ലെങ്കിൽ സ്പോട്ടിഫൈയിൽ നിന്നോ സ്ക്രീൻ റെക്കോർഡ് എടുക്കും, എനിക്ക് ആവശ്യമുള്ള ഭാഗം മാത്രം. ഓക്കെ, അപ്പോൾ എനിക്ക് ആവശ്യമുള്ള ഭാഗം മാത്രം ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്തത് ഇങ്ങനെയാണ്. അതിൽ എനിക്ക് എഡിറ്റിംഗ് തുടങ്ങാൻ പോകുന്ന പാർട്ട് ഇവിടെ മുതലാണ് എനിക്ക് എഡിറ്റിംഗ് തുടങ്ങേണ്ടത്. അപ്പോൾ ഈ ബീറ്റ് ഒന്ന് നമുക്ക് അടയാളപ്പെടുത്തേക്കാം. ആഡ് ബീറ്റ് നോക്കിയിട്ടുണ്ട്. ഇവിടെ മുതലാണ് നമുക്ക് എഡിറ്റിംഗ് സ്റ്റാർട്ട് ആവേണ്ടത്. ഓക്കെ, അപ്പോൾ കുറച്ച് ഇങ്ങോട്ടേക്ക് മാറി നമുക്കൊന്ന് കട്ട് ചെയ്യാം. ഡിലീറ്റ് ആക്കിയാലും കുഴപ്പമൊന്നുമില്ല, കാരണം നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൽ പഴയ പോലെ തന്നെ വരുന്നത്. അപ്പോൾ ഈ സംസാരം കഴിയുന്ന വരെ ഇവിടെ തൊട്ടാണ് നമുക്ക് വീഡിയോ തുടങ്ങുന്നത്. സംസാരം കഴിഞ്ഞിട്ട് അവിടെ ആ ബീറ്റ് കൊണ്ടുവെക്കുക. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം കുറച്ചുകൂടി. എന്നിട്ട് ഫെയ്ഡ് വെച്ചിട്ട് 1 സെക്കൻഡ് ഫെയ്ഡ് ആക്കുക. ഓക്കെ, എന്നിട്ട് ഈ ബീറ്റിൻ്റെ തൊട്ട് ഇവിടെ വെച്ചിട്ട് കട്ട് ചെയ്യാം. ഇത് നമുക്ക് ഓഡിയോ എഫക്ട്സിൽ പോയാട്ട് ഞാൻ സേവ് ചെയ്ത് വെച്ചാണ്. നിങ്ങളാകുമ്പോൾ സേവ് ചെയ്തിട്ടുണ്ടാവില്ല, നിങ്ങൾ സെർച്ച് ചെയ്യുക അണ്ടർ വാട്ടർ എഫക്റ്റ്. ഇപ്പം തന്നെ വീഡിയോ അടിപൊളിയായിട്ടുണ്ട്. പക്ഷേ നമ്മൾ എഡിറ്റിംഗ് സ്റ്റാർട്ടായില്ല. എഡിറ്റിംഗ് സ്റ്റാർട്ടാണെങ്കിൽ ഇനി ഇവിടെ മുതൽ നമുക്ക് ഇവിടെ വരെയാണ് ഡയലോഗ് ഉള്ളത്. ഇവിടെ മുതലാണ് നമുക്ക് എഡിറ്റിംഗ് സ്റ്റാർട്ടാവേണ്ടത്. ഓക്കെ, സോറി ഗായ്സ്, പ്ലാനിൽ ജസ്റ്റ് ഒന്ന് മാറ്റം വരുത്തിയിട്ടുണ്ട്. നമുക്ക് ഇതിങ്ങനെ തിരിഞ്ഞിട്ട് ഈ ഒരു ഭാഗം മുതൽ നമുക്ക് സോങ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അത് ജസ്റ്റ് ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ചാൽ മാത്രം മതി, വേറെ ഒന്നും നിങ്ങൾ ചെയ്യണ്ട. ഇതാ, ഓക്കെ, ഇവിടെ പറ്റോ. എന്നിട്ട് ഇവിടെ ഓഡിയോ എഫക്ട്സിൽ പോയിട്ട് നമ്മളവിടെ ഒരു കീ ഫ്രെയിം ഇട്ടെടുക്കുക. എന്നിട്ട് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടെ കീ ഫ്രെയിം ഇട്ടിട്ട് ഞങ്ങൾ ശ്രദ്ധിക്കുക, ഓഡിയോ എഫക്ട്സിൽ
ആ അണ്ടർ വാട്ടർ മേൽ ഒന്നുകൂടി ക്ലിക്ക് ചെയ്താൽ കീ ഫ്രെയിമിൻ്റെ ഓപ്ഷൻ വരും. എന്നിട്ട് അത് കീ ഫ്രെയിമിൻ്റെ ഈ ലാസ്റ്റ് കീ ഫ്രെയിം സ്ട്രെങ്ത്ത് കുറച്ചിടുക, നോർമൽ ഓക്കെ. നമ്മൾ ഇനി ഇവിടെ ഓരോന്നും നമ്മൾ കട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് വേണ്ട ഭാഗം മാത്രം ഞാൻ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഓരോ സീൻസാണത്. ഓക്കെ, ഇതിലൊക്കെ ഓരോ സൗണ്ട് ബോക്സ് ഉണ്ട് കേട്ടോ. ഈ വള കിളിക്കണതിൻ്റെ സൗണ്ട് ബോക്സൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ സൗണ്ട് ബോക്സിൻ്റെ പാക്ക് വേണ്ടിയതിൽ താഴെ വാട്സപ്പ് നമ്പർ ഉണ്ട്, അതിലൊന്ന് മെസ്സേജ് അയക്കുക. 49ൻ്റെ പാക്ക് ഉണ്ട്, അതിൽ 30+ സൗണ്ട് ബോക്സ് എനിക്ക് കിട്ടുക. പിന്നെ 99ൻ്റെ ഒരു പാക്ക് ഉണ്ട്, അതിൽ 100 സംതിങ്ങിൻ്റെ മുകളിൽ സൗണ്ട് ബോക്സ് ഉണ്ട്. പിന്നെ വേറൊരു 99ൻ്റെ പാക്ക് ഉണ്ട്, അതിൽ കുറച്ച് സൗണ്ട് ബോക്സും കുറച്ച് ഓവർലെസ്സും പിന്നെ ഫോൺസും ആണ് വരുന്നത്. ഫോണ്ടാണ് വരുന്നത്. അതിൽ തന്നെ ഒരു എക്സ്ട്രാ 20 ഉറുപ്പ്യയും കൂടി കൂട്ടി തരികയാണെങ്കിൽ നിങ്ങൾ മലയാളം ഫോണ്ട് ഞാൻ വിട്ടിരുന്നതാണ്. ഇതൊന്ന് മനപ്പാടാക്കിയിട്ട് നിങ്ങൾ മെസ്സേജ് അയക്കുക, നിങ്ങൾ ഏത് പാക്കാണ് വേണ്ടതെന്നുള്ളത്. ഈ 3 പാക്ക് ഒരുമിച്ച് വാങ്ങുകയാണെങ്കിൽ 299 ഉറുപ്പ്യക്ക് തരുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ലാഭം തന്നെ കേട്ടോ. അപ്പോൾ നമുക്ക് എഡിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നമുക്ക് ആനിമേഷനിൽ പോയിട്ട് ഔട്ടിൽ പോയിട്ട് ഫെയ്ഡ് ഔട്ട് കൊടുക്കാം. അതൊരു 1 സെക്കൻഡ് ലാസ്റ്റിലേക്ക് വെക്കാം. ഇവിടെ നമുക്ക് എഡിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം. തന്നെ കർവ് പോയിട്ട് ഓക്കെ, നമുക്കപ്പോൾ ബെറ്റർ ക്വാളിറ്റി ഇട്ട് സേവ് ആക്കാം. ഇത് ഞാൻ 0.7 സെക്കൻഡ് ഉള്ളത് 1.5 സെക്കൻഡ് ആക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഓരോന്നും നമുക്ക് സ്ലോ മോഷൻ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാത്തിനും സ്ലോ മോഷന് നമ്മൾ കർവ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്നിട്ടാണ് ഈ കസ്റ്റം കർവ് വരുന്നത്. മിക്ക ക്ലിപ്പും 1.5 സെക്കൻഡ് തന്നെ കേട്ടോ. ഇത് കുറച്ച് ലോങ് വീഡിയോ ആയിരിക്കും, നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണട്ടെ ഈ ഫുൾ വീഡിയോ. കാരണം എങ്ങനെ ഫുള്ളായിട്ട് നമ്മൾ ട്യൂട്ടോറിയൽ ഇതിൽ പറയുകയാണെങ്കിൽ നമ്മളിത് പൈസ ഒന്നും കൊടുക്കണില്ലല്ലോ. അപ്പോൾ എന്തായാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതൊന്നും കാണുക. ഓക്കെ, ഇവിടെ തന്നെ നമുക്കൊരു ചെറിയൊരു സ്മൂത്ത് അനിമേഷൻ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എഫക്ട്സ് ആഡ് ചെയ്യാം. ഓക്കെ, നമ്മളിതിൽ നടുവിൽ നിൽക്കണ ഈ ഒരു എഫക്റ്റ് ഇല്ലേ, ഈ ഒരു എഫക്റ്റ് നിൽക്കുകയാണെങ്കിൽ ഇവിടെ കുറച്ച് എഫക്ട്സ് കാണും. അതിൽ നമുക്ക് ഫ്ലാഷ് സ്കാൻ എന്നുള്ള സാധനം കൊടുക്കാം. ഫ്ലാഷ് ഇത് തന്നെയാണ്, നമുക്കൊന്ന് സേവ് ചെയ്ത് വെക്കാം. ഓക്കെ, ഈ ഫ്ലാഷ് സ്കാൻ തന്നെയാണ് ഇവിടെ കൊടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു ഇതിങ്ങനെ പോണ കാണാൻ കഴിയും. അപ്പോൾ ഇത് എല്ലാത്തിലും കൊടുക്കാൻ പാടില്ല. ഇവിടെയൊക്കെ നമുക്ക് ചില സ്ലോ മോഷൻ ഒക്കെ അല്ലേ, ഇവിടെയൊക്കെ നമുക്ക് ബ്ലർ കൊടുക്കാം. സ്ലോ മോഷൻ എന്ന് പറഞ്ഞാൽ മാറിപ്പോയതാണ്. ഓക്കെ, ഇതിൽ ഈ ഒരു എഫക്ട്സ് അല്ല നിൽക്കേണ്ടത്, വീഡിയോ എഫക്ട്സിലാണ് നമ്മൾ നിൽക്കേണ്ടത്. ബ്ലർ ആഡ് ചെയ്യാം. ഓൾ ഒബ്ജക്റ്റ് നിൽക്കുക, എന്നിട്ട് ഫസ്റ്റിൽ കീ ഫ്രെയിം, ലാസ്റ്റിലൊരു കീ ഫ്രെയിം, നടുവിലൊരു കീ ഫ്രെയിം. ഫസ്റ്റത്തെ കീ ഫ്രെയിം 0 ഇടുക, ലാസ്റ്റത്തതും 0 ഇല്ലതാ. എന്നിട്ട് നടുവത്തെ മാത്രം ഇങ്ങനെ വെക്കുക. നമുക്ക് ജസ്റ്റ് ഒരു ഗ്രാഫ് ആഡ് ചെയ്യാം. ഈസ് ഔട്ട് അല്ല, ഇവിടെ ഈസിനും ഓക്കെ, ജസ്റ്റ് ഒരു ബ്ലർ വന്ന് പോയിട്ടുണ്ട്, നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ ഔട്ട് ലാസ്റ്റ് എടുക്കും, ഔട്ടിലൊക്കെ നമുക്ക് സ്മൂത്തായിട്ട് എഫക്ട്സ് പോകണം, നമുക്ക് തന്നെ മനസ്സിലാവരുത്. ഇനി ഇവിടെ നമുക്ക് ഈ മറ്റേ എഫക്ട്സ് തന്നെ വേണം. ഇതിൽ നമുക്ക് വെർട്ടിക്കൽ ബ്ലർ നമ്മൾ ഓരോന്ന് വെച്ച് നോക്കുക കേട്ടോ. ഫുൾ ടോട്ടലാകുമ്പോൾ നിങ്ങൾ മുമ്പ് തന്നെ എല്ലാം ചെയ്യണ്ടേ. ഈ ഫ്ലാഷ് സ്കാൻ ഒന്നുകൂടി കൊടുത്താൽ അപ്പോൾ ഇവിടെ വള കിലുങ്ങുന്ന ഒരു സൗണ്ട് എഫക്ട്സ് നമുക്ക് കൊടുക്കാം. അതെങ്ങനെ വെച്ചാൽ നമുക്ക് വേറൊരു വീഡിയോ ഓപ്പൺ ആക്കാം. എന്നിട്ട് അതേ വീഡിയോ ഒന്ന് എടുത്തിട്ട് വള കിലുക്കണ ഭാഗം മാത്രം ഒന്ന് നമുക്ക് സേവ് ചെയ്തെടുക്കാം. ഇത് നിങ്ങളിൽ വർക്കാവാറില്ല. ഇത് സംഭവം ഇവലയിൽ വള കേൾക്കുമ്പോൾ ഒരു സൗണ്ട് വരുന്നുണ്ട്. ആ സൗണ്ട് നമുക്ക് സൗണ്ട് ബോക്സ് ആക്കി ഉപയോഗിക്കാം. ഇതൊന്ന് സേവ് ആക്കിയാൽ ഇത് നമ്മളെ പ്രൊജക്റ്റിലോട്ട് പോവുക. വള കിലുക്കണ ഭാഗം, വള കിലുക്കണ ചങ്ങാതി. ഓക്കെ, എന്നിട്ട് എക്സ്ട്രാക്ട് ചെയ്യാം. ഓക്കെ, അത് കുറച്ചുകൂടി മുന്നേ വന്നോട്ടെ, അപ്പോഴുള്ളൂ അടുത്ത സീനിന് വേണ്ടിയുള്ള പ്രിപ്പയറിങ് ആവുക. 0.2 സെക്കൻഡും 0.2 സെക്കൻഡും ആയിട്ട് ചെറിയൊരു ഫെയ്ഡ്. എന്നിട്ട് ഇവിടെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യാം, ഇവിടെ ഒരു കീ ഫ്രെയിം, എന്നിട്ട് സൗണ്ട് കൂട്ടുക. ഇവിടെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യാം, നോർമൽ സൗണ്ട് തന്നെ. അങ്ങനെ ആക്കിയില്ലേ. അങ്ങനെ തന്നെ കുറച്ച് എല്ലോ ഒന്ന് എഫക്ട്സ് ഒക്കെ ആഡ് ചെയ്തിട്ട് സൗണ്ട് ബോക്സ് ഒക്കെ ആഡ് ചെയ്യുക, എന്നിട്ട് വരാം. അപ്പോൾ ഗൈസ് നമ്മൾ എല്ലാ എഫക്റ്റും ആഡ് ചെയ്തിട്ട് സൗണ്ട് ബോക്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത്ര സൗണ്ട് ബോക്സ് ആഡ് ചെയ്തിട്ടുള്ളൂ.
ഇതിൽ ഇങ്ങനത്തെ സൗണ്ട് ബോക്സൊക്കെ വളൻ്റെതും കമ്മലിൻ്റെ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയാം കേട്ടോ. ഞാൻ വാട്സാപ്പിൽ ഫ്രീ ആയിട്ട് തരാം. കാരണം ഇങ്ങനത്തെ ഒക്കെ എഡിറ്റേഴ്സിന് ഏറ്റവും അത്യാവശ്യമുള്ളതാണ്. ഈ ഗേൾസിൻ്റെ ഒക്കെ എഡിറ്റ് ചെയ്യുമ്പോൾ വള കമ്മൽ അങ്ങനത്തെ ഒക്കെ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിലൊന്ന് പറയാം കേട്ടോ. എന്ത് ഓക്കെ, നമുക്കിതിൽ ഈ സോങ് ഒന്ന് ഫെയ്ഡാക്കാം. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഇതെന്താ വെച്ചാൽ കളർ ഗ്രേഡിങ്ങും വീഡിയോ എഫക്ട്സിൽ ഒരു ചെറിയ എഫക്ട്സ് ആഡ് ചെയ്യാണ്ട് ഇതിൽ നമുക്കിങ്ങനെ വന്നിട്ട് ഇവിടെ ഒരു ചെറിയൊരു മോർഫിങ് വന്നിട്ട് പിന്നെ ഇങ്ങനെ വന്ന് പിന്നെ ഇവിടെ ഒരു ഈ മുടി താക്കണത് അവിടെ ജസ്റ്റ് നമുക്ക് ഒരു പവർ ക്യൂട്ട് സംഭവം കൊടുക്കാം. വീഡിയോ എഫക്ട്സിൽ ഗ്ലോ ആയിട്ട് നമുക്ക് കീ ഫ്രെയിം ചെയ്യാം. ഓക്കെ, ഫ്ലോറൽ മിറർ എന്ന് പറഞ്ഞ ഒരു എഫക്റ്റാണ് ആഡ് ചെയ്തത്. അതിൽ കീ ഫ്രെയിം കൊടുത്തിട്ട് ഇവിടെ നിന്ന് സ്റ്റാർട്ടാക്കുന്ന രീതിയിൽ ഇവിടെ നിന്നിട്ട് സ്റ്റാർട്ടാക്കാം. എന്നിട്ട് അറ്റ്മോസ്ഫിയർ കുറച്ചിട്ടിട്ട് എല്ലാം കുറച്ചിടാം. ഓക്കെ, റേഞ്ച് ഗ്ലോ ഒക്കെ കുറച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് ചെറിയൊരു ഗ്രാഫ് കൊടുക്കുക, ഈസ് ഔട്ട് എന്നുള്ളത്. എന്നിട്ട് ഇതിന് ചെറിയൊരു കീ ഫ്രെയിം മതി. കാരണം ഇത് അങ്ങനത്തെ ക്ലിപ്പാണ്. ചെറിയൊരു കീ ഫ്രെയിം കൊടുക്കാം നമുക്ക്. ഇല്ല, സൂം ആവത്ത്. ഓക്കെ, എന്നിട്ട് ഒരു ഗ്രാഫും ആഡ് ചെയ്യാം. കണ്ടില്ലേ? ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുൾ ക്ലിപ്പ് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം കേട്ടോ. പക്ഷേ ഫുൾ ക്ലിപ്പ് കൊടുത്താൽ ആ ഒരു എഫക്റ്റിന് ഒരു മൂല്യമില്ലാത്തതായി തോന്നും. നമുക്ക് ഈ ഒരു ക്ലിപ്പ് മാത്രം കൊടുത്താൽ മതി. ഓക്കെ, നമ്മളിത് ഫുൾ വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കളർ ഗ്രേഡിംഗ് ഒക്കെ ചെയ്താൽ മതി. ഞാൻ കളർ ഗ്രേഡ് ചെയ്യുന്നില്ല, കാരണം എനിക്കത് അപ്ലോഡ് ചെയ്യാനില്ല. നിങ്ങൾ കളർ ഗ്രേഡിങ് ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചെയ്യുക. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് 4K ഫിൽറ്റർ ഒന്ന് ആഡ് ചെയ്യും, അത് മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ കുറച്ചൊന്ന് ക്ലാരിറ്റി കൂടും, അതേ ഉള്ളൂ. എന്നിട്ട് ഞാൻ ചെയ്ത വീഡിയോ ഒന്ന് ഫുൾ കണ്ടു നോക്കൂ. ഇപ്പോഴത്തെ ട്രെൻഡ് പോലെ എനിക്കും ആരും എഡിറ്റ് ചെയ്ത് തരോ? റെഡി? ഓക്കെ, നമ്മൾ എന്തൊരു പെട്ടെന്നല്ല ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ പഠിച്ചേ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളെ കഴിവനുസരിച്ച് ഉണ്ടാക്കാൻ നോക്കുക. നിങ്ങളിത് ഫുള്ള് മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ മൊത്തം മനസ്സിലെനിക്ക് ഞാൻ എല്ലാ വീഡിയോയിലും പറയുമ്പോൾ തന്നെ വാട്സാപ്പിലോട്ട് വന്നാൽ ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെ ഡൗട്ട് എന്നുള്ളത്. നിങ്ങളതും ഒന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല. എല്ലാ ഡൗട്ട് ഞാൻ പറഞ്ഞെടുക്കലുണ്ട്. ആരെങ്കിലും ഡൗട്ട് പറഞ്ഞു കൊടുക്കാത്തുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യും. ക്യാപ് കട്ടത്തെ ഡൗട്ട് എന്നാണ് ഉദ്ദേശിച്ച്. ചില ആൾക്കാർ വന്നിട്ട് വേറെ ഓരോ ഡൗട്ട് ചോദിച്ചു വരും. ഞാൻ ഉദ്ദേശിച്ചത് ക്യാപ് കട്ട് എഡിറ്റിങ്ങിൻ്റെ ഡൗട്ടാണ്. ഓക്കെ, അപ്പം അടുത്ത വീഡിയോ കാണാം. സി യു.